നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതും ഓവനോ ബീറ്ററോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ഇതേപോലെ നല്ല അട്ടിക്കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര ഒന്നും കൂടി കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതേപോലെ നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. നോൺ സ്റ്റിക്കിന്റെ പാൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി നല്ലോണം തന്നെ ഒന്നും കൂടി കാരമലൈസ് ചെയ്തെടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം കൂട്ടിയൊന്നും വെക്കരുത്. ഇതേപോലെ കളറൊക്കെ ഒന്നും കൂടി മാറി വന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ആ ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നുകൊണ്ട് വേണം നന്നായിട്ട് ഒന്നും കൂടെ റെഡിയായി വരാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മീഡിയത്തിലോ ഹൈ ഫ്ലെയിമിലോ ഇതേപോലെ കളർ മാറി വരുമ്പോൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. കണ്ടോ, നന്നായിട്ട് ഒന്നും കൂടെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇതേപോലെ നന്നായിട്ട് പത വന്ന് തുടങ്ങുമ്പോൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ആദ്യമേ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടിത്തെറിക്കും. ഇതേപോലെ കുറച്ച് മാത്രം ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ആ വെള്ളവും കൂടി ചേർന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്നും കൂടെ തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ 1 കപ്പ് കട്ട് ചെയ്ത ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സ് ഇതേപോലെ ചെറിയ പീസായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി ശരിക്കും ഒന്നും കൂടെ തിളച്ച് നല്ലോണം യോജിച്ച് കുറുകി വരുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ആ വലിയ ചൂടൊക്കെ ഒന്നും കൂടെ ആറി വരട്ടെ. ഒരു 4-5 മിനിറ്റെങ്കിലും നന്നായിട്ട് ഒന്നും കൂടെ തിളച്ച് കുറുകി വരാനായിട്ട് വെക്കണം കേട്ടോ. ഈന്തപ്പഴത്തിന്റെ മിക്സൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തെടുക്കാം. മിക്സിയുടെ നന്നായിട്ട് ഉണങ്ങിയ ഒരു ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഒരു 3 ഏലക്കയും അതേപോലെ തന്നെ ഒരു 3 ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടയുടെ ഒരു ചെറിയൊരു കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന്റെയൊക്കെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നേരിട്ട് ചേർത്ത് നല്ല ഫൈനായിട്ട് ഇതേപോലെ അടിച്ചെടുത്തുകൊണ്ട് വരും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും അതേപോലെ തന്നെ 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ എടുക്കുമ്പോൾ റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ മണം ഇല്ലാത്ത ഓയിൽ വേണം എടുക്കാനായിട്ട്. വേറെ വെളിച്ചെണ്ണയോ പാം ഓയിലോ അങ്ങനെയൊന്നും എടുക്കാനായിട്ട് നിൽക്കരുത്. ഓയിലും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ചെറിയൊരു കട്ടിയായിട്ട് ഒരു ക്രീമി പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് ബൗളിലാണോ നമ്മളെല്ലാം മിക്സ് ആക്കി എടുക്കുന്നത് ആ ബൗളിലേക്ക് മുട്ടയുടെ മിക്സ് അങ്ങ് മാറ്റി കൊടുക്കാം. കണ്ടോ, ഈ ഒരു കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അളവുകളൊക്കെയും കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതേപോലെ ഒന്നും കൂടെ അരിച്ചെടുക്കാം. നമ്മൾ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. തീരെ ക്വാളിറ്റി കുറഞ്ഞത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കൊന്നും അത്ര നന്നായിട്ട് പൊങ്ങി വരില്ല. കാര്യം കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇതേപോലെ നന്നായിട്ട് ഒന്നും കൂടെ അരിച്ചെടുത്തത് നമ്മുടെ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സുമായിട്ട് ഇതേപോലെ ശരിക്കും ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് വെച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ കട്ടിയാണെന്ന് കരുതി വേറെ പാലോ വെള്ളമോ ഒന്നും തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആകെ ലൂസ് പോലെ ആയിപ്പോവും. ഈ ഒരു കട്ടിയാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ തണുത്ത് വന്ന് നമ്മുടെ ഡേറ്റ്സിൻ്റെയും കാരമലൈസ് ചെയ്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിലെ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞിട്ട് 1 കപ്പാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട് പൊടിയായത് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതേപോലെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടി കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ മിക്സിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കണ്ട കേട്ടോ. ഞാനിവിടെ കേക്ക് ടീനിലേക്ക് ചുറ്റും ഒന്ന് ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ബട്ടർ പേപ്പർ കൊണ്ട് വെച്ച് അതിൻ്റെ മുകളിലേക്കും കൂടി ചുറ്റും ഒന്ന് ഓയിൽ പറ്റി കൊടുക്കാം. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ മിക്സും കൂടി ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് നേരെ തന്നെ ഒന്നെങ്കിൽ ഓവനിലോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ മിക്സ് എന്ന് പറയുന്നത് ഒരു 1/4 ഭാഗം വന്നിട്ടുണ്ട്. ഇത്രയും മതി. 1/2 ഭാഗം അല്ലാന്നുണ്ടെങ്കിൽ 1/4 ഭാഗം, അതിലും കൂടി പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ഏറ്റവും മേളിൽ കാണാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കാഷ്നട്ട് കൂടി വെച്ച് നേരെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് നന്നായിട്ട് ചൂടാക്കിയ ഒരു ചീനച്ചട്ടിയിലേക്ക് നടുക്കൊരു സ്റ്റാൻഡ് വെച്ച് നമ്മുടെ കേക്ക് ടിന്നും കൂടി വെച്ച് കൊടുക്കാം.
ഇനിയിപ്പോൾ അത് അവിടെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ റെഡിയായി വരട്ടെ. അപ്പം ഞാനൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഒരു 30 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ടോ വെച്ചിരുന്നത്. അങ്ങനെ ഒരു 40-45 മിനിറ്റാണ് എനിക്ക് ആകെ വേണ്ടി വന്നുള്ളൂ. നമ്മൾ എടുക്കുന്ന ചീനച്ചട്ടിയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസിന്റെ ഫ്ലെയിമിന്റെ ഒക്കെ അനുസരിച്ച് സമയത്തിന്റെ കാര്യത്തിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വരും. അങ്ങനെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടോ? ഇതേപോലെ ഒരു സ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയെന്ന് മനസ്സിലാക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് താഴെ ഇറക്കി മാറ്റി വെക്കാം. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന്റെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നത് തന്നെയാണ്. 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരമലൈസ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ അടുത്ത് തന്നെ നിന്ന് ശ്രദ്ധിച്ച് നോക്കിയെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ അളവുകളൊക്കെയും കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടാവും. ഇതേപോലെ കട്ട് ചെയ്ത് നല്ലൊരു ചൂട് ചായയുടെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. കൂടെ തന്നെ കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കണ്ടോ, നമ്മുടെ ഡേറ്റ്സും കാഷ്നട്ടും ഒന്നും ഒട്ടും തന്നെ അടിയിലൊന്നും പോയി കിടക്കാതെ എല്ലാം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മിക്സിംഗ് ഒക്കെ കറക്റ്റായിട്ട് വന്നതുകൊണ്ടാണ് ഇതേപോലെ അടിയിലൊന്നും പോവാതെ നല്ലതായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അളവുകളൊക്കെയും കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. കണ്ടോ, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കൂടെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.